ഹലോ മക്കളെ, അക്ഷയ് സാറാണ്. നിരന്തരമായി ഒരുപാട് മക്കൾ നമ്മുടെ ലൈവ് സെഷൻ നടക്കുമ്പോഴും അതുപോലെ തന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. സാറേ, വളരെയധികം ടെൻഷൻ ആവുന്നു, വളരെയധികം പേടിയുണ്ട്. ബോർഡ് എക്സാം ഫെബ്രുവരി 17-ാം തീയതിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഒരുപാട് മക്കൾ വളരെയധികം ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ അത് നിങ്ങളുടെ പഠനത്തെയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ എക്സാമിനെയും തീർച്ചയായിട്ടും ബാധിക്കും. സോ ഞാനിപ്പോൾ ഈ വീഡിയോവുമായി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അതിനൊക്കെയുള്ളൊരു ഉത്തരവുമായിട്ടാണ്. സോ ഏതൊക്കെ രീതിയിലാണ് മക്കൾക്ക് ഭയം ഉണ്ടാവാനുള്ള കാരണമെന്നും ആ കാരണങ്ങളുടെ റൂട്ട് കോസ് നമ്മൾ എന്ത് ചെയ്യണം, പരിഹരിക്കണം. ആ പരിഹാരവുമായിട്ട് അതിന്റെ സൊല്യൂഷനുമായിട്ടാണ് ആക്ച്വലി സാർ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സോ മക്കളെ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. മെയിനായിട്ട് മക്കൾക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം പരീക്ഷയോടുള്ള ഭയം, എക്സാം ഫോബിയ തന്നെയാണ്. നല്ല രീതിയിൽ പ്രഷർ ബിൽഡ് ചെയ്യുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ പാരൻസ്, ടീച്ചേഴ്സ് അവരുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനാണ് നിങ്ങൾക്ക് പ്രൈമറിലി ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അവർ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്ക് നേടാൻ എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ചിന്ത കൊണ്ട് പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരുപാട് മക്കൾ ഉണ്ട് എന്നത് വളരെ വലിയൊരു സത്യമാണ്. പിന്നെ മറ്റൊന്ന്, നിങ്ങളുടെ സിലബസ് കണ്ടുകൊണ്ട് സിലബസ് ഒരുപാട് പഠിക്കാനുണ്ടല്ലോ, ഞാൻ എവിടെയും എത്തിയിട്ടില്ലല്ലോ എന്ന രീതിയിൽ ചിന്തിക്കുന്നവർ, അങ്ങനെയും പ്രഷർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന മക്കളും ഒരുപാട് ഉണ്ട് എന്നത് മറ്റൊരു സത്യമാണ്. പിന്നെ ടൈം മാനേജ്മെന്റ് ആണ് മറ്റൊരു വിഷയമായിട്ട് കാണുന്നത്. ഒരുപാട് മക്കൾ, ഏറിയ പങ്ക് മക്കളും അവരുടെ സ്മാർട്ട് ഫോൺ ഉപയോഗം കൂടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം റീലൊക്കെ കണ്ടുകൊണ്ട് ഒരുപാട് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതുവഴി തന്നെ അവരുടെ മെജോറിറ്റി ടൈമും ഇത്തരം സോഷ്യൽ മീഡിയയിലും മൊബൈലിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പഠിക്കാനുള്ള സമയം അവിടെ കുറഞ്ഞു പോവുകയാണ്. സോ അതും വളരെ വലിയൊരു പ്രശ്നമായി മാറുന്നുണ്ട്. പരീക്ഷയോടെ എടുക്കുമ്പോൾ കുട്ടികൾ ചിന്തിക്കും, ഇനി നമുക്ക് പഠിക്കാൻ സമയമില്ലല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് പ്രഷർ ബിൽഡ് ചെയ്യാൻ ഒരു സാഹചര്യമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ മക്കൾ ഫേസ് ചെയ്യുന്നത് ഓർത്തെടുക്കാൻ പറ്റാത്ത പ്രശ്നമാണ്. ഒരുപക്ഷെ നിങ്ങൾ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം, കൺസെപ്റ്റുകൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിട്ടും ഉണ്ടാവാം. പക്ഷേ ഒരിക്കൽ പഠിച്ച കാര്യം പിന്നീട് റിവൈസ് ചെയ്യുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ പേപ്പറിൽ ഒരു ആൻസറായി എഴുതാൻ പോകുന്ന സാഹചര്യത്തിൽ പല കാര്യങ്ങളും മറന്നു പോകുന്ന പ്രശ്നം, അതും വളരെ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് വേണ്ട രീതിയിലുള്ള റിസൾട്ട് കിട്ടാതിരിക്കുമ്പോൾ അത് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റിംഗ് സ്പീഡാണ്. മക്കളെ, നമ്മൾ ഈ ഒരു വർഷം നിങ്ങൾക്കറിയാം, സയൻസ് ആയിക്കോട്ടെ, സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, നമ്മുടെ ചോദ്യത്തിന്റെ പാറ്റേണിലൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സയൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, സെക്ഷൻ വൈസ് ആണ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെക്ഷൻ എ ഫോർ ബയോളജി, സെക്ഷൻ ബി കെമിസ്ട്രി, സെക്ഷൻ സി ഫിസിക്സിൻ്റെതാണ്. അപ്പോൾ ആ രീതിയിൽ പാറ്റേണിൽ മാറ്റം വരുമ്പോൾ വളരെ കൃത്യമായി തന്നെ CBSE ഗൈഡ് ലൈൻ പ്രകാരം ഒരു റെസ്പെക്റ്റീവ് സെക്ഷനിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെക്ഷൻ എ ബയോളജി ആണെങ്കിൽ അവിടെ നിങ്ങൾ സെക്ഷൻ എ സ്പേസ് വരുന്ന സംഗതികളെല്ലാം ബയോളജി മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഫിസിക്സ് സെക്ഷൻ എയിൽ കൊണ്ട് എഴുതിയാൽ ഈവൺ ദോ ആൻസർ ശരിയാണെങ്കിൽ പോലും വാല്യൂ ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് CBSE വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ വളരെയധികം പരിഷ്കാരങ്ങൾ, മാറ്റങ്ങൾ വന്നിരിക്കുന്ന ഒരു വർഷം കൂടിയാണ് നിങ്ങളിപ്പോൾ എഴുതാൻ പോകുന്ന ആ ബോർഡ് എക്സാം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ മക്കൾക്ക് ആ രീതിയിലും ടെൻഷൻ ഉണ്ടാവും. ഇത്തരം പാറ്റേൺ മാറുമ്പോൾ ആ പാറ്റേൺ അനുസരിച്ചിട്ട് ഞാൻ കേപ്പബിൾ ആണോ എന്നുള്ളൊരു പ്രശ്നം തീർച്ചയായിട്ടും മക്കൾക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ പ്രശ്നത്തിലുള്ള പരിഹാരവും സാർ പറഞ്ഞിരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഓരോ വ്യക്തിയും അവരുടേതായ രീതിയിൽ യുണീക്കാണ്. ഓരോ വ്യക്തിക്കും പെർഫോം ചെയ്യേണ്ട ബെസ്റ്റ് ഉണ്ട് തീർച്ചയായിട്ടും. ആ നിങ്ങളിലുള്ള ബെസ്റ്റ് നിങ്ങൾ തീർച്ചയായിട്ടും പുറത്തേക്ക് കൊണ്ടുവരണം തന്നെയാണ് സാറ് പറയാനുള്ളത്. അല്ലാതെ നിങ്ങൾ മറ്റുള്ളവർ എത്ര പഠിച്ചോ അല്ലെങ്കിൽ അവൻ എത്ര പഠിച്ചില്ലേ അതൊന്നും നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ ബെസ്റ്റ് പൊട്ടൻഷ്യൽ, നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്തുകൊണ്ട് പഠിക്കാൻ തന്നെ ശ്രമിക്കുക. പിന്നെ പ്രോപ്പർ റിവിഷൻ ഇല്ലായ്മ, അത് വളരെ വലിയൊരു ഗുരുതര പ്രശ്നം തന്നെയാണ്. ലാസ്റ്റ് മൊമെന്റിലേക്ക് പോവുക, പരീക്ഷയുടെ തലേ ദിവസമൊക്കെ പഠിക്കുന്ന രീതി അത് തീർച്ചയായിട്ടും അത്രത്തോളം എഫക്റ്റീവ് ആവില്ല. ഒരു പക്ഷെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുമെങ്കിലും കൃത്യമായ രീതിയിൽ ഇത് ഓർത്തെടുത്ത് പരീക്ഷയിൽ എഴുതണമെങ്കിൽ മുന്നേ തന്നെ റിവിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് മേജറായിട്ട് മക്കൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത്. ഇനി കുറച്ച് ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ഓൾറെഡി നമുക്കറിയാം സൈലത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ ആയിട്ട് റിവിഷൻ ക്ലാസ്സുകൾ, മെഗാ മാരത്തോൺ സെഷൻസ്, MCQ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ പോകുന്നുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടെന്ന് വെച്ചാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ട് ഏതൊരു വിദ്യാർത്ഥിക്കും, അത് നല്ലോണം പഠിക്കുന്ന കുട്ടി ആയിക്കോട്ടെ, എക്സ്ട്രാ ഓർഡിനറി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആവറേജ് ആയിക്കോട്ടെ, ബിലോ ആവറേജ് ആയിക്കോട്ടെ, എല്ലാ കുട്ടികൾക്കും വേണ്ടുന്ന രീതിയിൽ വളരെ കൃത്യമായി സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ലൈവ് സെഷൻസും അതുപോലെ തന്നെ MCQ 100-ലധികം MCQ, അത് ഓരോ വിഷയവും വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെയാണ് സൈലം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മാരത്തോണും ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സോ ഇതൊക്കെ മക്കൾ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യണം.
സൈലത്തിലെ ഓരോ ഫാക്കൽറ്റീസും രാപ്പകൽ കഷ്ടപ്പെട്ട് കൃത്യമായി മെറ്റീരിയൽസ് ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് മികച്ച വിജയം നേടുന്ന രീതിയിലുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് സൈലം അന്നും ഇന്നും എന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ സൈലത്തിന്റെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ സാറിന് നേരത്തെ പറഞ്ഞു എക്സാമിന്റെ കാര്യം, അതായത് പുതിയ പാറ്റേൺ വരുമ്പോൾ തീർച്ചയായിട്ടും മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. അതായത് സയൻസിൽ പറഞ്ഞ പോലെ സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി എന്നൊക്കെ പറയുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാകും. അത്ര സമയത്ത് നമ്മൾ പറഞ്ഞ സമയത്തിൽ 3 മണിക്കൂറിൽ പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നുള്ളത്. സോ അതിന് പ്രാക്ടീസ് അനിവാര്യമാണ്. നിങ്ങൾ സൈലത്തിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് ഈ 3 മണിക്കൂറിൽ പരീക്ഷ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സെക്ഷൻ എയിൽ ബയോളജി മാത്രം എഴുതണം, സെക്ഷൻ ബിയിൽ കെമിസ്ട്രി മാത്രമേ എഴുതാൻ പാടുള്ളൂ, സെക്ഷൻ സിയിൽ ഫിസിക്സ് മാത്രമേ എഴുതാൻ പാടുള്ളൂ, അങ്ങനെ മാറിപ്പോകാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇതൊക്കെ പരീക്ഷയിൽ കൃത്യമായി നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിന് മുന്നേ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ബയോളജിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഡയഗ്രാംസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പറയാൻ കാരണം വെച്ചാൽ ഈ വർഷത്തെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ഡയഗ്രാം ഡയറക്റ്റ്ലി വരക്കാൻ ചോദിച്ചിരുന്നു. സാധാരണ രീതിയിൽ ഡയഗ്രാം വരക്കാൻ ചോദിക്കുന്ന കുറച്ച് മുന്നേ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും റീസെന്റ് അങ്ങനെ കുറവായിരുന്നു. എന്നാൽ ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയറക്റ്റ്ലി ന്യൂറോണിന്റെ ഒരു ചിത്രം വരക്കാൻ ഡയറക്റ്റ്ലി ചോദിച്ചിരിക്കുകയാണ്. അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ചോദിക്കുന്ന പബ്ലിക് എക്സാമിന്റെ ചോദ്യ പേപ്പറിലും ഡയഗ്രാം ഡയറക്റ്റ്ലി വരക്കാൻ ചോദിക്കുമെന്നാണ്. ചെറിയ ചെറിയ ഡയഗ്രാം, ഫോർ എക്സാമ്പിൾ സ്റ്റൊമാറ്റ ഓപ്പണിംഗ്, സ്റ്റൊമാറ്റ ക്ലോസിംഗ്, പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ന്യൂറോൺ പോലുള്ള വളരെ ചെറിയ ഫിഗേഴ്സ് ഒക്കെ നമുക്ക് വരക്കാൻ പറ്റുന്ന ഫിഗേഴ്സ് ഒക്കെ നമുക്ക് പരീക്ഷയിൽ നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ്. സോ ഈ ചോദ്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് എഴുതണമെങ്കിൽ, ടൈം മാനേജ് ചെയ്ത് എഴുതണമെങ്കിൽ നിങ്ങൾ മുന്നേ തന്നെ പ്രാക്ടീസ് ചെയ്യണം. അതുകൊണ്ട് മക്കളെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രധാനപ്പെട്ട ഫിഗറുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും വരച്ചിരിക്കണം. അതുപോലെ തന്നെ ലേബലിംഗും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ചിത്രം ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ട് ലേബലിംഗ് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലേബലിംഗ് കൃത്യമായിട്ട് അറിയണം, ഓരോ ചിത്രത്തിന്റെ ഓരോ ഭാഗങ്ങൾ എന്താണെന്ന് അറിയണം. സോ ഇത് കൃത്യമായിട്ട് തന്നെ മക്കൾ ഫോളോ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പാരൻസിന്റെ ടീച്ചേഴ്സിന്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യണം എന്നില്ല, ആ ഒരു ടെൻഷൻ മക്കൾക്ക് ഉണ്ട് എന്നുള്ളത്. സി മക്കളെ, ഓരോരുത്തർക്കും ഓരോ പൊട്ടൻഷ്യൽ ഉണ്ട്. സാർ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മാക്സിമം നിങ്ങൾ എഫോർട്ട് എടുക്കുക, അതിന്റെ റിസൾട്ട് നിങ്ങൾ കിട്ടും. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല, ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ കാര്യമില്ല. പക്ഷെ നിങ്ങൾ എഫോർട്ട് എടുക്കണം. നിങ്ങൾ എഫോർട്ട് എടുക്കാതിരുന്നിട്ട് റിസൾട്ടിൽ കുറവ് വന്നാൽ അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ നിങ്ങൾ ഇപ്പോൾ എടുക്കേണ്ട എഫേർട്ട് ഇപ്പോൾ തന്നെ നിർബന്ധമായിട്ടും എല്ലാവരും എടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. സോ ഇത്രയൊക്കെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും മികച്ച വിജയം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നേടാൻ പറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പോരാതെ തന്നെ സൈലം എന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന വിശ്വാസം ദൃഢമായി തന്നെ നിങ്ങൾ മനസ്സിലുണ്ടാവണം. ഓരോ എക്സാമിന് തലേദിവസം ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. ഇപ്പം നമ്മൾ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങിയിരിക്കുന്നു. അപ്പം എക്സാമിന്റെ തലേദിവസം തീർച്ചയായിട്ടും മികച്ച രീതിയിലുള്ള പ്രിപ്പറേഷൻ, അപ്പം എക്സാമിന്റെ തലേദിവസം ഒക്കെ നിങ്ങളുടെ കൂടെ തന്നെ, എക്സാമിന്റെ അന്ന് രാവിലെ ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെ സൈലമുണ്ട്. സോ മക്കളെ, ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ബൈ.